ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 6-ാം അധ്യായം. കുമാര ഓജുഹു. അത തേ സംപ്രവിശ്യാമഃ സപ്താഹശ്രവണേ വിധിം സഹായൈവ സുഭിശ്ചൈവ പ്രായസാദ്യോ വിധിസ്മൃതഃ. കുമാരന്മാർ പറഞ്ഞു, ഇനിമേൽ സപ്താഹശ്രവണത്തിൽ ദീക്ഷിക്കേണ്ടതായ വിധിയെ അങ്ങയോട് പറയാം. 8 വിധം സഹായങ്ങൾ ലഭിച്ചാൽ പ്രായേണ ഈ യത്നം വിധിപ്രകാരം സാധിക്കാമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ദൈവജ്ഞം തു സമാഹൂയ മുഹൂർത്തം പൃച്ഛയത്നതഃ വിവാഹേ യാദൃശം ചിത്തം താദൃശം പരികൽപ്പയേത്. ജ്യോതിശാസ്ത്രം നന്നായി അറിയുന്ന ആളെ വിധിപ്രകാരം വിളിച്ചു വരുത്തിയ ശേഷം കഥാരംഭത്തിന് സമുചിതമായ ദേശകാലാവസ്ഥാ വിശേഷങ്ങളെയും മുഹൂർത്തത്തെയും പൂർവപക്ഷം ചെയ്ത് സിദ്ധാന്തരൂപേണ നിശ്ചയിക്കണം. വിവാഹം നടത്തുന്നതിൽ മനസ്സിന് എത്രത്തോളം സന്തോഷമുണ്ടാകുമോ ആ വിധം സന്തോഷമുണ്ടായിരിക്കണം. നഭസ്യ അശ്വിനോർജൗച മാർഗശീർഷ ശുചിർനഭാഃ ഏതേ മാസാ കഥാരംഭേ ശ്രോത്യൂണാം മോക്ഷസൂചകാഃ. ബ്രഹ്മാവിന് നഭസ്യം എന്നു പേരായ മാസത്തിൽ, അതായത് കന്നിമാസത്തിൽ, ശ്രീഹരി തന്നെ ചതുശ്ലോകി സംയുതമായ ഭാഗവതം കേൾപ്പിച്ചു. അതിനാൽ ബ്രഹ്മാവിൻ്റെ മോഹം നീങ്ങി. അതുകൊണ്ട് നഭസ്യമാസം സപ്താഹശ്രവണത്തിന് വിശേഷമാകുന്നു. നഭസ്യമാസത്തിൽ ശുക്ലനവമി ദിവസം മുതൽ ആരംഭിച്ചിട്ട് പൗർണമി ദിവസമാണ് അവസാനിപ്പിച്ചത്. അതിനാൽ അതേ മാസത്തിൽ അതേ ദിവസങ്ങളിൽ സപ്താഹയത്നം നടത്തുന്നത് മഹാബലപ്രദം. കാർത്തിക മാസം. ശ്രീ വ്യാസമുനിയുടെ മനസ്സിന് ശാന്തി സിദ്ധിക്കാതെ വ്യസനിച്ചിരിക്കുമ്പോൾ ശ്രീ നാരദമുനി ഭാഗവത സപ്താഹ യത്നത്താൽ വ്യാസരുടെ മോഹം തീർത്തു. അതിനാൽ ആ മാസവും ശ്രേഷ്ഠം. മാർഗശീർഷമാസം, അതായത് ധനുമാസം. വ്യാസമുനി സ്വപുത്രനായ ശ്രീ ശുഗമുനിക്ക് 7 ദിവസം കൊണ്ട് ഭാഗവതം കേൾപ്പിച്ചത് ധനുമാസത്തിലാണ്. അതിനാൽ ആ മാസം ശ്രേഷ്ഠം. മാഘമാസം, കുംഭമാസം. ശ്രീ ശുഗമുനി പരീക്ഷിത്തു മഹാരാജാവിന് ഗംഗാതീരത്ത് വെച്ച് ഭാഗവതം വായിച്ചു കേൾപ്പിച്ചത് കുംഭമാസത്തിൽ ശുക്ലപക്ഷ നവമി മുതൽ പൗർണമാസി വരെയുള്ള 7 ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ആ മാസം ശ്രേഷ്ഠം. ഇങ്ങനെയാണ് ഈ 4 മാസങ്ങളെ സപ്താഹയത്നത്തിന് വിശേഷമാസങ്ങളായി നിശ്ചയിപ്പാൻ കാരണം പറഞ്ഞു കാണുന്നത്. മാസാനാം വിഗ്രഹേയാനി താനിത്യാജാനി സർവദാ സഹായശ്ചേതരേ ഛാത്ര കർത്തവ്യാസോദ്യമാശ്ചയേ. ഗ്രഹയുദ്ധങ്ങൾ ഏതേതു മാസങ്ങളിൽ വരുന്നുവോ ആ മാസങ്ങളെ ഉപേക്ഷിക്കണം. ഈ സപ്താഹയത്നം സാധിപ്പാൻ ആവശ്യമായ സഹായങ്ങൾ ഉത്സാഹശീലന്മാരായ എല്ലാ ജനങ്ങളും ചെയ്തു കൊടുക്കണം. ദേശേ ദേശേ തഥാ സേയം വാർത്താ പ്രേഷ്യ പ്രയത്നതഃ ഭവിഷ്യതി കഥാ ഛാത്ര ആഗന്തവ്യം കുടുംബിഭിഃ. ദൂരേ ഹരികഥാ കേചിത് ദൂരേ ചാച്യുത കീർത്തനാഃ സ്ത്രിയഃ ശൂദ്രാദയോ യേ ച തേഷാം ബോധോ യഥോ ഭവേത്. കഥാവൃത്താന്തപത്രം സമീപ പ്രദേശങ്ങളിലേക്കും സുഹൃത്തുക്കൾ, സംബന്ധികൾ, ബന്ധുക്കൾ എന്നിവർക്കും അയക്കണം. എല്ലാ ദേശങ്ങളിലും ഈ വിവരം അറിയിപ്പാൻ പ്രയത്നിക്കണം. ഇവിടെ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ കഥ നടത്താൻ പോകുന്നു, കുടുംബസഹിതം വരണം എന്നെഴുതി അയച്ചു ക്ഷണിക്കണം. ചിലർക്ക് ഹരികഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായിരിക്കുകയില്ല. മറ്റു ചിലർക്ക് അച്യുതനാമകീർത്തനത്തിൽ ഇഷ്ടമുണ്ടായിരിക്കുകയില്ല. സ്ത്രീകൾ, ശൂദ്രന്മാർ മുതലായവർ ഈശ്വരവചന വിമുഖന്മാരായിരിക്കും. ഇവരെയെല്ലാം സാദരം ക്ഷണിച്ചു വരുത്തി കേൾപ്പിക്കുന്നതുകൊണ്ട് അവർക്കും ആത്മബോധമുണ്ടാകും. എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കണമെന്നുള്ള ബുദ്ധി സപ്താഹ യത്നകർത്താക്കൾക്ക് ഉണ്ടായിരിക്കണം. അതിനാൽ ക്ഷണിച്ചു വരുത്തുക തന്നെ വേണം. ദേശേ ദേശേ വിരക്തായേ വൈഷ്ണവാ കീർത്തനോത്സുകാഃ തേഷ്യേവ പത്രം പ്രേഷ്യം ച തല്ലേഖനമിതീരിതം. ദേശം തോറും ഏതേതു ജനങ്ങൾ വിഷയവിരക്തന്മാരും ഹരികഥാ സങ്കീർത്തന ശ്രവണാദികളിൽ
താൽപ്പര്യമുള്ളവരുമായിരിക്കുന്നവരോ അവർക്കും പത്രമയക്കണം. പത്രവാചക രീതി ഇപ്രകാരമിരിക്കണം. സദാം സമാജോപവിത സപ്തരാത്രം സുദുർലഭഃ അപൂർവരസരൂപൈവ കഥാചാത്ര ഭവിഷ്യതി ശ്രീഭാഗവത പീയൂഷപാനായ രസലംബടാഃ ഭവന്തശ്ച തദാ ശീഘ്രം ആയാതപ്രേമതൽപരാഃ നാവകാശകഥാചിച്ചേദ്ദിനമാത്രം തഥാ വിദു സർവദാഗമനം കാര്യം ക്ഷണോത്രൈവ സുദുർലഭഃ ഏവമാകാരണം തേഷാം കർത്തവ്യം വിനയേന ച ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേത്. ഇവിടെ സജ്ജന സമ്മേളനമുണ്ടാകാൻ നിശ്ചയിച്ചിരിക്കുന്നു. 7 ദിവസമുണ്ടാകും. ഇമ്മാതിരി സമാജം ഏറ്റവും ദുർലഭമാണ്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവത കഥാരൂപമായ അമൃതത്തെ പാനം ചെയ്യുവാൻ രസികന്മാരായ നിങ്ങൾ പ്രേമത്തോടും കഥാവിഷയത്തിൽ താൽപ്പര്യത്തോടും കൂടെ ശീഘ്രം ആഗമിക്കണം. 7 ദിവസം ഇവിടെ ഇരിപ്പാൻ സാധിക്കാത്ത വിധം കാര്യത്തിരക്കുണ്ടായിരിക്കുമെങ്കിൽ 1 ദിവസമെങ്കിലും ഇവിടെ കഴിച്ചുകൂട്ടുവാനായി വരണം. ഒരു കാരണത്താലും വരാതിരിക്കരുത്. ഇമ്മാതിരി അവസരം ദുർലഭമായിരിക്കും. ഇപ്രകാരം പ്രേമത്തോടും വിനയത്തോടും കൂടെ അവരെ വിളിച്ചു വരുത്തണം. അവിടെ വന്നു ചേരുന്നവർക്കെല്ലാം വാസസ്ഥലങ്ങളെയും മറ്റു സൗകര്യങ്ങളെയും കാലേകൂട്ടി തന്നെ ഏർപ്പാട് ചെയ്യണം. തീർത്ഥേ വാപി വനേ വാപി ഗൃഹേ വാ ശ്രവണം മദം വിശാല വസുധായത്ര കർത്തവ്യം സത്കഥാസ്ഥലം. പുഷ്കരാദി പ്രസിദ്ധ തീർത്ഥസ്ഥലങ്ങളിലോ വൃന്ദാവനാദി സുപ്രസിദ്ധ കാടുകളിലോ സ്വന്തം ഗൃഹത്തിലോ സപ്താഹയത്നവും തശ്രവണവും ആവാമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കഥാപ്രസംഗത്തിനായി തീർച്ചപ്പെടുത്തുന്ന സ്ഥലം വിശാലമായിരിക്കണം. ശോധനം മാർജനം ഭൂമേർലേപനം ധാതുമണ്ഡനം ഗൃഹോപസ്കരമുദ്ധൃത്യ ഗൃഹകോണേ നിവേശയേത്. കഥാപ്രസംഗം നടത്തുന്ന സ്ഥാനം വേണ്ടതുപോലെ ശോധന ചെയ്യണം. പഞ്ചഗവ്യാദി കൊണ്ട് ശുദ്ധി വരുത്തണം. ഗോമയം തേച്ചു നന്നാക്കണം. ഗൈരികാദികൾ കൊണ്ട് കോലമിട്ട് അലങ്കരിക്കണം. ഗൃഹത്തിലുള്ള കട്ടിൽ, പീഠം, അമ്മിക്കല്ല് മുതലായ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കരുത്. അതെല്ലാം ആ സ്ഥലത്തിൽ നിന്ന് നീക്കം ചെയ്ത് ഗൃഹത്തിൻ്റെ ഒരു മുക്കിലാക്കി വെക്കണം. അർവാക് പഞ്ചാഹതോ യത്ന ദാസ്തരാണി പ്രമേളയേത് കർത്തവ്യോ മണ്ഡപപ്രോച്ചേ കദളീഷണ്ഡമണ്ഡിതഃ. 4-5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജനങ്ങൾക്കിരിപ്പാനുള്ള പായ മുതലായവ ശേഖരിച്ചു വച്ച് സമയത്തിൽ ഭൂമിയിൽ വിരിക്കണം. ഉന്നതമായ ഒരു മണ്ഡപം നിർമ്മിച്ച് കുലവാഴകൾ കൊണ്ട് അലങ്കരിച്ചു ഭംഗിയാക്കണം. ഫലപുഷ്പദളേർവിശ്വദ്വിധാനേന വിരാജിതഃ ചതുർദിക്ഷു ധ്വജാരോപോ ബഹുസമ്പദ്വിരാജിതഃ. വിശേഷ ഫലങ്ങൾ, പുഷ്പങ്ങൾ, ദളങ്ങൾ എന്നിവ കൊണ്ട് വിധാനിച്ച് ശോഭ വരുത്തണം. 4 ഭാഗങ്ങളിലും വളരെ വിലപിടിച്ച ഭംഗിയുള്ള വസ്ത്രാലങ്കാരങ്ങൾ കൊണ്ട് വിളങ്ങുന്ന ധ്വജങ്ങൾ ഉണ്ടാക്കണം. ഊർധ്വം സപ്തൈവ ലോകാശ്ച കൽപ്പനീയാ സുവിസ്തരം തേഷു വിപ്രാവിരക്താശ്ച സ്ഥാപനീയ പ്രബോധ്യജ. ആ സപ്താഹയത്നം നടത്തുന്ന സ്ഥലത്തിൻ്റെ ഊർധ്വഭാഗത്തിൽ ഭൂരാദികളായ സപ്തലോകങ്ങളെ കൽപ്പിക്കണം. വായിക്കുന്ന മഹാനിരിപ്പാൻ ദിവ്യമായ ആസനത്തെയും സ്ഥാപിക്കണം. ലോകങ്ങളെ കൽപ്പിക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം അവിടെ ഇരുന്ന് വായിക്കുന്ന ആളും കേൾക്കുന്നവരും സപ്തലോകങ്ങളെ ഭൂമിയുടെ ഉപരിയുപരിയായിട്ട് ഭാവിക്കുകയും അവിടെ വസിക്കുന്ന ദേവന്മാരെ ആ സ്ഥലത്തിൽ സന്നിഹിതന്മാരായിട്ട് തങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ദൃഢമായി പ്രാർത്ഥിക്കുകയും വേണമെന്ന് ബോധിപ്പിക്കുവാനാകുന്നു. ആ ലോകങ്ങളിലിരിക്കുന്ന ജ്ഞാനികളും വിരക്തന്മാരുമായ ബ്രാഹ്മണരെ നേരിട്ട് കാണുന്നതായി ഭാവിച്ചിട്ട്, ഹേ ഭഗവാന്മാരെ, നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിപ്പാനായി ഇവിടെ സന്നിഹിതന്മാരാകണമെന്ന് പ്രാർത്ഥിക്കുകയും അവരവിടെ വസിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും വേണം. പൂർവം തേഷാമാസനാനി കർത്തവ്യാനി യഥോത്തരം വക്തുശ്ചാപി തഥാ ദിവ്യം ആസനം പരികൽപ്പയേത്. ആ സദസ്സിൽ ശ്രോതാക്കന്മാരായി വന്നിരിക്കുന്ന സുപ്രസിദ്ധന്മാരും സുവിരക്തന്മാരുമായ ബ്രാഹ്മണർക്ക് യോഗ്യതാനുസരണം മുൻഭാഗത്തിൽ ഇരിപ്പിടങ്ങളെ സമർപ്പിച്ചിരുത്തണം. വാചക മഹാശയനും സർവോത്തമമായ ആസനം സർവോപരി കൽപ്പിക്കണം.
പ്രസംഗവശാൽ വക്താവിനും ശ്രോതാക്കന്മാർക്കും ഉണ്ടായിരിക്കേണ്ടതായ ഗുണങ്ങളെ പറയാം. വക്താവിന് 14 ഉത്തമ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. വാഗ്മിയും ഭാഗവതത്തിൽ വ്യാസഭഗവാൻ ഉപദേശിച്ചിരിക്കുന്ന പദങ്ങളുടെ അഭിപ്രായം അറിയുന്നവനും പ്രേമം ജനിപ്പിക്കത്തക്ക വിധം കഥകളെ പറയുവാൻ അറിയുന്നവനും സമയോചിതമായ പ്രസംഗത്തെ നടത്തുന്നതിൽ വിവരമുള്ളവനും സത്യം പറയുന്നവനും സംശയം തീർത്തു പറയുന്നവനും എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനും കഥാവിച്ഛിത്തി വരുത്താത്തവനും അംഗവൈകല്യമില്ലാത്തവനും ജനങ്ങളെ രഞ്ജിപ്പിക്കുന്നവനും സഭയെ ആകർഷിപ്പാൻ അറിയുന്നവനും അഹംഭാവഹീനനും ധർമ്മിഷ്ഠനും സന്തോഷ സ്വഭാവമുള്ളവനും ആയിരിക്കണം. ഇനി ശ്രോതാവിൻ്റെ 14 ഗുണങ്ങൾ പറയാം. ഈശ്വരനിൽ പ്രേമമുള്ളവനും വക്താവിൻ്റെ പേരിൽ ബഹുമാനമുള്ളവനും കേൾപ്പാൻ ശ്രദ്ധയുള്ളവനും മനശ്ചാഞ്ചല്യമില്ലാത്തവനും ഊഹാപോഹ കുശലനും വേണ്ടതു മാത്രം ചോദിപ്പാൻ അറിവുള്ളവനും അധികം കേൾവിയുള്ളവനും അശ്രദ്ധ ബാധിക്കാതിരിക്കുന്നവനും കഥ കേൾക്കുമ്പോൾ ഉറക്കം വരുന്ന സ്വഭാവമില്ലാത്തവനും ശോഭന ബുദ്ധിശാലിയും ദാനം ചെയ്യുന്നവനും അന്യകഥകളിൽ മനസ്സിരുത്താത്തവനും ദേഹശുദ്ധിയുള്ളവനും പരവഞ്ചന ചെയ്യാത്തവനുമായിരിക്കണം. പറയുന്നവരും കേൾക്കുന്നവരും ഗുണപൂർണന്മാരായിരുന്നാൽ ബലം സമ്പൂർണമായി ലഭിക്കും. ഉദങ്മുഖോ ഭവേദ്വക്ത ശ്രോതാ വൈ പ്രാങ്മുഖസ്തദാ പ്രാങ്മുഖശ്ചേത് ഭവേദ്വക്ത ശ്രോതാ ചോദങ്മുഖസ്തദാ. വായിക്കുന്ന ആൾ വടക്കോട്ട് നോക്കിയിരിക്കണം. അപ്പോൾ കേൾക്കുന്ന ആൾ കിഴക്കോട്ട് നോക്കിയിരിക്കണം. വായിക്കുന്ന ആൾ കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന പക്ഷം കേൾക്കുന്ന ആൾ വടക്കു നോക്കിയിരിക്കണം. അഥവാ പൂർവദിജ്ഞേയ പൂജപൂജകമദ്യതഃ ശ്രോത്യുണാമാഗമേ പ്രോക്ത ദേശകാലാദികോവിദൈഃ. ദിഗ്വിഭാഗത്തെക്കുറിച്ചുള്ള പക്ഷാന്തരം പറയുന്നു. പൂജ്യൻ വക്താവ്, പൂജകന്മാർ ശ്രോതാക്കൾ, ഇവരുടെ മദ്യം തന്നെ പൂർവദിക് എന്നു ദേശകാലാദികളെ നിർണയിപ്പാൻ സമർത്ഥന്മാരായ പണ്ഡിതന്മാർ ശാസ്ത്രത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രാദിശുദ്ധികൃത് ദൃഷ്ടാന്തകുശലോ ധീരോ വക്താകാര്യോതി നിസ്പൃഹഃ. വക്താവിന് വേണ്ടുന്ന ഗുണങ്ങളെ പറയുന്നു. സ്ത്രീ പുത്രധനാദികളിൽ ആസക്തിഹീനനും വിഷ്ണുഭക്തനും വേദശാസ്ത്രാഭ്യാസത്തിൽ അന്ധഃകരണ വിശുദ്ധി വരുത്തിയിരിക്കുന്ന ബ്രാഹ്മണനും ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിൽ സമർത്ഥനും ധീരനും ആഗ്രഹം ഒട്ടുപോലും ഇല്ലാത്തവനുമായ വക്താവിനെ നിശ്ചയിക്കണം. അനേകധർമ്മവിഭ്രാന്ത സ്ത്രൈണ പാഖണ്ഡവാദിനഃ ശുഖശാസ്ത്രകഥോച്ചാരേ ത്യാജാസ്തേ യതി പണ്ഡിതാഃ. അനേകവിധ ധർമ്മങ്ങളിൽ ഭ്രമിക്കുന്നവരും സ്ത്രീകളിൽ അത്യാസക്തന്മാരും പാഖണ്ഡവാദം ചെയ്യുന്നവരുമായ ആളുകൾ പണ്ഡിതന്മാരായിരുന്നാൽ കൂടെ ആ മാതിരി പണ്ഡിതന്മാരെ ഭാഗവത കഥ വായിക്കുന്നതിൽ ഏർപ്പെടുത്തരുത്. ശുഖശാസ്ത്രം എന്നതിനു പകരം ശുഭശാസ്ത്രമെന്നും പാഠമുണ്ട്. വക്തുപാർശ്വേ സഹായാർത്ഥമന്യസ്ഥാപ്യസ്തഥാവിധഃ പണ്ഡിത സംശയച്ചേത ലോകബോധോ ന തൽപരഃ. വായിക്കുന്ന വിദ്വാൻ്റെ സഹായത്തിനായിക്കൊണ്ട് തത്തുല്യനും സംശയങ്ങളെ തീർത്തു ജനങ്ങളെ ധരിപ്പിക്കുവാൻ തൽപരനും പണ്ഡിതനുമായ മറ്റൊരു വിദ്വാനെ കൂടെ ഇരുത്തണം. വക്ത്രാക്ഷൗരം പ്രകർത്തവ്യം ദിനാദർവാഗ്വ്രതാപ്തയേ അരുണോദയേ സൗ നിർവർത്തിയ ശൗചം സ്നാനം സമാചരേത്. വായിക്കുന്ന ആൾ സപ്താഹയത്നം ആരംഭിക്കുന്നതിന് തലേന്നാൾ തന്നെ വ്രതദീക്ഷാർത്ഥം ക്ഷൗരം കഴിപ്പിക്കണം. എല്ലാ ദിവസവും പ്രാതകാലത്തിൽ എഴുന്നേറ്റ ഉടനെ മൂത്രപൂരീഷ വിസർജന ദന്തധാവനാദികളെ നിവർത്തിച്ച് ശുദ്ധനായ ശേഷം അരുണോദയത്തിൽ സ്നാനം കഴിക്കണം. നിത്യം സംക്ഷേപത കൃത്വാ സന്ധ്യാദ്യം സംപ്രയത്നതഃ കഥാവിഘ്നവിഘാതായ ഗണനാദം പ്രപൂജയേത്. സ്നാനാനന്തരം കഴിക്കേണ്ടതായ സന്ധ്യാവന്ദനാദി കർമ്മങ്ങളെ ചുരുക്കത്തിൽ നടത്തണം. കഥാവസരത്തിൽ വിഘ്നങ്ങളൊന്നും നേരിടാതിരിപ്പാൻ വിഘ്നേശ്വരനെ പരമഭക്തിയോടുകൂടെ വിധിപ്രകാരം പൂജിക്കണം. പിതൃൻ സന്ദർഭ്യ ശുദ്ധ്യർത്ഥം പ്രായച്ചിത്തം സമാചരേത് മണ്ഡലം ച പ്രകർത്തവ്യം തത്ര സ്ഥാപ്യോ ഹരിസ്തദാ. പിതൃതർപ്പണം ചെയ്യണം. അതിനു മാത്രം ശരീരശേഷിയില്ലെന്നു വരികിൽ
ശരീരശുദ്ധിക്കായിക്കൊണ്ട് പ്രായച്ചിത്തം വേണ്ടും വിധം നടത്തണം. വായിപ്പാൻ ഉയർത്തി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ സർവതോഭദ്രമെന്നു പേരായ മണ്ഡലത്തെ നിർമ്മിക്കണം. അതിൻ്റെ നടുവിൽ ശ്രീഹരിയെ മന്ത്രപൂർവം ആവാഹിച്ചുറപ്പിക്കണം. കൃഷ്ണമുദ്ദിശ്യ മന്ത്രേണ ചരേത് പൂജാ വിധിം ക്രമാത് പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തേ സ്തുതിമാചരേത്. വായിക്കുന്ന വിദ്വാൻ തന്നെ ശ്രീകൃഷ്ണനെ വിധിപ്രകാരം മന്ത്രം കൊണ്ട് പൂജിക്കണം. പൂജാവസാനത്തിൽ പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്ത ശേഷം സ്തോത്രം ചെയ്യണം. പൂജിപ്പാനുള്ള ഉത്തമ മന്ത്രം പുരുഷ സൂക്തമാണെന്നാണ് മഹദഭിപ്രായം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാത്. സ്തുതിമന്ത്രത്തെ പറയുന്നു. സംസാരമാകുന്ന സമുദ്രത്തിൽ വീണുകിടക്കുന്ന ദുഃഖിതനായ എൻ്റെ ശരീരത്തെ കർമ്മങ്ങളാകുന്ന മുതലായ ജലജന്തുക്കൾ ബന്ധിച്ചിരിക്കുന്നു. ഹേ കരുണാനിധേ, ഈ സംസാര സമുദ്രത്തിൽ നിന്ന് എന്നെ കരകയറ്റണമേ എന്ന് പരിതാപത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ശ്രീമദ്ഭാഗവതസ്യാവി തദപൂജാ പ്രയത്നതഃ കർത്തവ്യവിധിനാ പ്രീത്യ ധൂപദീപസമന്വിത. പിന്നെ ശാസ്ത്രപൂജ ചെയ്യണമെന്ന് ഉപദേശിക്കുന്നു. ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെയും വിധിപ്രകാരം പരമപ്രീതിയോടുകൂടെ പൂജിക്കണം. ധൂപദീപാദികളെ സമർപ്പിക്കണം. തതസ്തു ശ്രീബലം ധൃത്വാ നമസ്കാരം സമാചരേത് സ്തുതിപ്രസന്നചിത്തേന കർത്തവ്യ കേവലം തഥാ. അനന്തരം നാളികേരം സമർപ്പിച്ച് നമസ്കരിച്ച ശേഷം സന്തോഷിച്ച മനസ്സോടുകൂടെ സ്തോത്രം ചെയ്യണം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയോ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സബലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവഃ. ഏവം ദീനവചഃ പ്രോക്ത്വാ വക്താരം ചാദപൂജയേത് സംഭൂഷ്യ വസ്ത്രഭൂഷാഭിः പൂജാന്തേ തം ച സംസ്തവേത്. ഭാഗവതമെന്നു പേരായ ഈ ഗ്രന്ഥം പ്രത്യക്ഷ സ്വരൂപനായ ശ്രീകൃഷ്ണൻ തന്നെയാകുന്നു. ഹേ നാഥ, സംസാര സമുദ്രത്തിൽ നിന്ന് മോചനം ലഭിപ്പാനായിട്ട് ഞാൻ അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു. ഹേ കേശവ, ഞാൻ അങ്ങയുടെ ദാസനാണ്. എൻ്റെ ഈ മനോരഥത്തെ വിഘ്നം കൂടാതെ അങ്ങ് സഫലമാക്കി തരണമേ. ഇപ്രകാരം ക്ലേശത്തോടുകൂടെ പ്രാർത്ഥിച്ച ശേഷം വക്താവിനെ വസ്ത്രം, അലങ്കാരം എന്നിവ കൊണ്ട് ഭൂഷിക്കുകയും പൂജിക്കുകയും ചെയ്ത ശേഷം അവസാനം നമസ്കരിക്കണം. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാ പ്രകാശേന മതജ്ഞാനം വിനാശയ. വക്താവിനെ സ്തുതിക്കേണ്ടതായ മന്ത്രം. ഹേ ശ്രീ ശുഗമൂർത്തെ, ഹേ സർവജ്ഞ, സർവശാസ്ത്രവിശാരദ, ഈ കഥയെ പ്രകാശിപ്പിച്ചിട്ട് എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കണമേ. തദഗ്രേ നിയമ പശ്ചാത് കർത്തവ്യശ്രേയസേ മുദാ സപ്തരാത്രം യഥാശക്ത്യ ധാരണീയ സയേവ ഹി. വക്താവ് ആദ്യന്തം നിയമത്തെ അംഗീകരിക്കണം. സന്തോഷപൂർവം അനുഷ്ഠിക്കുന്ന ആ നിയമം ശ്രേയസ്സിനെ സാധിപ്പിക്കും. ഏതുവിധം നിയമം സ്വീകരിച്ചാൽ 7 ദിവസവും മുട്ടാതെ നടത്തുവാൻ സാധിക്കുമോ ആ വിധം നിയമത്തെ അംഗീകരിക്കുന്നതാണ് അധികമുത്തമം. എന്തുകൊണ്ടെന്നാൽ ആരംഭിച്ച രീതിയെ മധ്യേ വിച്ഛിത്തി വരുത്തുന്നത് നന്നല്ല. വരണം പഞ്ചവിപ്രാണാം കഥാഭംഗനിവർത്തയേ കർത്തവ്യം തേർഹരേജാപ്യോ ദ്വാദശാക്ഷരവിദ്യയാ. ആരംഭിച്ച കഥാപ്രസംഗം മുടങ്ങാതെ നടക്കുവാൻ ശ്രീഹരിപ്രസാദമുണ്ടാകണം. അതിനു വേണ്ടുന്ന ജപം നടത്തുവാനായിട്ട് 5 ബ്രാഹ്മണരെ വരിക്കണം. അവർ ദ്വാദശാക്ഷരം അടങ്ങിയിരിക്കുന്ന മന്ത്രത്താൽ ശ്രീഹരിയെക്കുറിച്ച് ജപിക്കണം. ആദ്യം നമസ്കരിക്കണം, പിന്നെ ഭഗവാനായിക്കൊണ്ട് നമസ്കരിക്കണം, പിന്നെ ശ്രീകൃഷ്ണമൂർത്തിയെ പ്രത്യേകം സങ്കല്പിച്ച് നമസ്കരിക്കണമെന്ന് ഋഷികൾ പറഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണാൻ വൈഷ്ണവാംശ്ചാന്യാം തഥാ കീർത്തനകാരിണഃ നത്വാ സംപൂജ്യ ദത്താത്മഃ സ്വയമാസനമാവിശേത്. വിഷ്ണു ഭക്തന്മാരും ഹരികഥാ കീർത്തനം ചെയ്യുന്നവരുമായ മറ്റു ബ്രാഹ്മണരെയും നമസ്കരിച്ച ശേഷം അവരുടെ അനുജ്ഞയോടുകൂടെ ശ്രോതാവ് തൻ്റെ ആസനത്തിലിരിക്കണം. ലോകവിത്തധനാകാര പുത്രചിന്താം വ്യുദസ്യജ
കഥാചിത്തശുദ്ധമതി സലഭേത് ബലമുത്തമം. സുഹൃത്തുക്കൾ മുതലായ ജനങ്ങൾ, സ്വർണം രത്നം മുതലായ വിത്തം, പശ്വാദികളായ ധനം ഗൃഹം പുത്രന്മാർ മുതലായവയെക്കുറിച്ചുള്ള ചിന്തയെ ഉപേക്ഷിച്ച് കഥയിൽ തന്നെ മനസ്സിരുത്തണം. രാഗദ്വേഷാദിവൃത്തികൾ മനസ്സിനെ മലിനപ്പെടുത്താതെ ഇരിക്കണം. ഇപ്രകാരം നിഷ്ഠയോടുകൂടെ ആരാണോ ഭാഗവതകഥ കേൾക്കുന്നത് അവന് ഉത്തമഫലം ലഭിക്കും. ആ സൂര്യോദയമാരഭ്യ സാർദ്ധത്രിപ്രഹരാന്തകം വാചനീയ കഥാ സമ്യക് ധീരകണ്ഠം സുധീമത. ഇനി വായിപ്പാനുള്ള കാലനിയമം പറയുന്നു. സൂര്യോദയം മുതൽ 3:30 യാമം കഴിയുന്നതുവരെ വായിക്കാം. ശ്രോതാക്കന്മാരെ ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ സാന്ദ്രമായ സ്വരത്തോടുകൂടെ ബുദ്ധിമാനായ പണ്ഡിതൻ വായിക്കണം. ഉച്ചവും നീചവുമായ സ്വരം സ്വീകാര്യമല്ല. മധ്യമസ്വരം സാന്ദ്രഗംഭീര ശബ്ദം അംഗീകരിക്കുന്നതാണ്. വക്താവിനും ശ്രോതാക്കൾക്കും സുഖകരമെന്നാണ് ധീരകണ്ഠം എന്ന് ബോധിപ്പിക്കുന്നത്. കഥാവിരാമകർത്തവ്യോ മധ്യാഹ്നേ ഘടികാദ്വയം തത്കഥാമനുകാര്യം വൈ കീർത്തനം വൈഷ്ണവൈസ്തദാ. മധ്യാഹ്നത്തിൽ 2 നാഴിക നേരം കഥ നിർത്തണം. ആ സമയത്തിൽ വിഷ്ണുഭക്തന്മാരായ ബ്രാഹ്മണർ ഹരികീർത്തനം കൊണ്ട് ശ്രോതാക്കന്മാരെ ആനന്ദിപ്പിക്കണം. മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാരസുഖാവഹഃ ഹവിഷ്യാന്നേന കർത്തവ്യോ ഹേകവാരം കഥാർത്ഥിന. മലമൂത്രാദികളുടെ ബാധ കൂടാതെ കഴിപ്പാൻ ശ്രോതാക്കൾ ലഘുവായ ആഹാരം സ്വീകരിക്കുന്നത് സുഖമായിരിക്കും. അരിയോ ചാമയോ ഏതു ധാന്യമോ സാധാരണ ഭക്ഷിക്കുന്നത് ആ ധാന്യം കൊണ്ടുണ്ടാക്കി ഭഗവാനു നിവേദിച്ച ആഹാരം ഒരു നേരം മാത്രം കഴിക്കുന്നത് നല്ലത്. ഉപോക്ഷ്യ സപ്തരാത്രം വൈ ശക്തിശ്ചേത് തഥാ ഋതപാനം പയപ്പാനം കൃത്വാ വൈ ശൃണുയാത് സുഖം. ശക്തിയുള്ള പക്ഷം 7 ദിവസം ആഹാരം കൂടാതെ തന്നെ കേൾക്കുന്നത് ഉത്തമം. നെയ്യോ പാലോ പാനം ചെയ്യുന്നതിനും വിരോധമില്ല. ഏതു വിധമായാൽ സുഖമായി ശ്രവിപ്പാൻ കഴിയുമോ ആ വിധം ആഹാരത്തെ നിയമിക്കണം. ഫലാഹാരേണ വാ ശ്രാവ്യം ഏകഭക്തേന വാ പുനഃ സുഖസാധ്യം ഭവേദ്യത്തു കർത്തവ്യം ശ്രവണായ തത്. ബലഭക്ഷണം സ്വീകരിക്കുന്നതും കൊള്ളാം, ഒരു നേരം ഊണ് കഴിക്കുന്നതായാലും വിരോധമില്ല. ഏതുവിധം ആഹാരം സ്വീകരിച്ചാൽ സുഖമായിട്ട് കേൾക്കുവാൻ കഴിയുമോ ആ വിധം ആഹാരത്തെ അംഗീകരിക്കാം. പ്രാധാന്യം ശ്രവണത്തിനാകയാൽ ആഹാര നിയമം നിമിത്തം ശ്രവണം മുടങ്ങിപ്പോകാതിരിക്കാൻ മനസ്സിരുത്തണം. ഭോജനം തു വരം മന്യേ കഥാശ്രവണകാരകം നോപവാസോ വരപ്രോക്ത കഥാവിഘ്നകരോ യതി. ഉപവാസം കഥാശ്രവണത്തെ വിഘ്നപ്പെടുത്തുമെന്ന് വരുന്ന പക്ഷം കഥാശ്രവണത്തെ സാധിപ്പിക്കുന്നതായ ഭോജനം തന്നെ ശ്രേഷ്ഠം. ഉപവാസമിരുന്ന് കേൾക്കണമെന്നുള്ള നിർബന്ധം വെക്കേണ്ട. കേൾക്കണമെന്നു മാത്രം നിർബന്ധമുണ്ടാകണം. അതു സാധിപ്പാൻ ഉപകരിക്കുന്ന വിധം ആഹാര നിയമം ഏർപ്പെടുത്തിക്കൊള്ളണം. സപ്താഹവ്രതിനാം പുംസാം നിയമാശൃണു നാരദ വിഷ്ണുദീക്ഷാവിഹീനാനാം നാദികാരകഥാശ്രവേ. ഹേ നാരദ, സപ്താഹവ്രതം ആചരിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ടതായ നിയമങ്ങളെ കേൾക്കുക. തന്ത്രോക്ത വിധിപ്രകാരം വിഷ്ണുദീക്ഷ ചെയ്യാത്തവർക്ക് കഥാശ്രവണത്തിന് അധികാരമില്ല. ബ്രഹ്മചര്യമധസുപ്തി പത്രാവല്യാം ച ഭോജനം കഥാസമാപ്തോ ഭുക്തിം ച കുര്യാന്നിത്യം കഥാവ്രതി. സ്ത്രീ സംയോഗാദികളെ വിട്ടിരിക്കണം. വെറും നിലത്തായിരിക്കണം കിടപ്പ്. ഇലയിൽ ഊണ് കഴിക്കണം. എല്ലാ ദിവസവും കഥാശ്രവണാനന്തരമേ ഭക്ഷണം കഴിക്കാവൂ. ദ്വിദളം മധുതൈലം ച ഗരിഷ്ഠാനം തദൈവ ച ഭാവദുഷ്ടം പര്യുഷിതം ജഹ്യാന്നിത്യം കഥാവ്രതി. ഉഴുന്ന് ചെറുപയർ മുതലായ ധാന്യങ്ങളെയും തേൻ നല്ലെണ്ണ ശർക്കര മുതലായവ ചേർത്തുണ്ടാക്കിയ ഗുരുത്വദ്രവ്യങ്ങളെയും ദുഷ്ടമനസ്സുള്ളവർ നൽകുന്ന പദാർത്ഥങ്ങളെയും തലേനാൾ പചിച്ചതിനെയും ഉപയോഗിക്കാതിരിക്കണം. വൃന്ദാകം ച കലഞ്ചം ച ദഗ്ധമന്നം മസൂരിക നിഷ്പാവാദ്യാമിഷം ചൈവ വർജയേദ്യ കഥാവ്രതി. വഴുതിനിങ്ങ, കഞ്ചാവ്, കരിഞ്ഞ പദാർത്ഥം, കൈപ്പയ്ക്ക, അവരയ്ക്ക മുതലായവ, മാംസം എന്നിവയെ വർജിക്കണം. പലാണ്ടും ലശുനം ഹിംഗു മൂലകം ഗൃജ്ജനം തഥാ നാളികാമൂലകൂഷ്മാണ്ഡം നൈവാദ്യാദ്യ കഥാവൃതി. ചുവന്ന ഉള്ളി, വെളുത്തുള്ളി, കായം, മുള്ളങ്കി, മുരിങ്ങക്കായ, താമരവളയം,
കുമ്പളങ്ങ മുതലായവയെ ഭക്ഷിക്കരുത്. ദിവാചിതം സൂതകഹന്നം ലവണം ലവണം തഥാ മത്സ്യമാംസമജാ ദുഗ്ധം പല്വലോദം ജവർജയേത്. 2 പ്രാവശ്യം ഭജിച്ച സാധനം, പെറ്റ പുലയുള്ളവരുടെ ഗൃഹത്തിൽ വെച്ചുണ്ടാക്കിയ പദാർത്ഥം, ഉപ്പ്, ഇന്ദുപ്പ്, മത്സ്യം, മാംസം, ആട്ടിൻപാൽ, അല്പജലമുള്ള തടാകത്തിലെ വെള്ളം ഇവയെ ഉപേക്ഷിക്കണം. കാമം ക്രോധം മദം മാനം മത്സരം ലോഭമേവജ ദമ്പം മോഹം തഥാ ദ്വേഷം ദൂരയേച്ച കഥാവൃതി. കാമക്രോധ മതമാന മത്സര ലോഭ ദമ്പ മോഹ ദേഷ്യാദി വൃത്തികളെ മനസ്സിൽ നിന്നകറ്റണം. വേദവൈഷ്ണവ വിപ്രാണാം ഗുരുഗോവ്രദിനാം തഥാം സ്ത്രീരാജമഹതാം നിന്ദാം വർജയേദ്യ കഥാവൃതി. കഥാവ്രതം ദീക്ഷിച്ചിരിക്കുന്ന ആൾ, വേദങ്ങൾ, നാരദാദി വിഷ്ണുഭക്തന്മാർ, ബ്രാഹ്മണർ, ആചാര്യനിലും പശുക്കളിലും ഭക്തിയുക്തന്മാരായിരിക്കുന്നവർ, പതിവ്രതാ സ്ത്രീകൾ, പരിപാലന കർത്താവായ രാജാവ്, യോഗ തപപ്രഭാവം നിമിത്തം പൂജ്യന്മാരെന്ന് സുപ്രസിദ്ധന്മാരായ മഹാന്മാർ ഇവരെ അധിക്ഷേപിക്കാതിരിക്കണം. കഥാശ്രവണ കാലത്തിൽ ഒട്ടും വയ്യ എന്നാണ് ആശയം. രജസ്വലാന്ത്യജംളേച്ച പതിതവ്രാതകൈസ്തദാ ദ്വിജദ്വിഡോദബാഹ്യൈശ്ച നവദേദ്യ കഥാവൃതി. കഥാവ്രതം ദീക്ഷിച്ചിരിക്കുന്ന ആൾ, രജസ്വലയായ സ്ത്രീ, ചണ്ഡാലാദികൾ, ഗോബ്രാഹ്മണാദി വധം നിമിത്തം പതിതന്മാരായവർ, സംസ്കാരഹീനന്മാർ, ബ്രാഹ്മണദ്വേഷികൾ, വേദപ്രമാണങ്ങളെ സ്വീകരിക്കാത്ത ജൈനന്മാർ മുതലായവർ ഇവരോട് സംഭാഷണം ചെയ്യരുത്. സത്യം ശൗചം ദയാം മൗനം ആർജവം വിനയം തഥാ ഉദാരമാനസം തദ്വേ ദേവം കുര്യാത് കഥാവൃതി. സത്യമേ പറയാവൂ, ദേഹശുദ്ധി ഉണ്ടായിരിക്കണം, ദുഃഖിതന്മാരിൽ ദയുണ്ടായിരിക്കണം, ആവശ്യത്തിനു മാത്രമേ സംസാരിക്കാവൂ, കപടമുണ്ടായിരിക്കരുത്, വിനയമുണ്ടായിരിക്കണം, മനസ്സിനെ ഉദാരമാക്കണം, ഇതുപോലെയുള്ള മറ്റു സൽഗുണങ്ങളെയും ശീലിക്കണം. ദരിദ്രശ്ച ക്ഷയീരോഗി നിർഭാഗ്യപാപകർമ്മവാൻ അനപത്യോ മോക്ഷകാമഃ ശൃണുയാച്ച കഥാമിമാം. വിശേഷിച്ചും കഥാശ്രവണം ചെയ്യേണ്ടവരാരെന്ന് നിർദ്ദേശിക്കുന്നു. ദരിദ്രദുഃഖമുള്ളവർ, രോഗങ്ങളുള്ളവർ, ഭാഗ്യഹീനൻ, പാപം ചെയ്തിട്ടുള്ളവൻ, സന്താനമില്ലാത്തവൻ, മോക്ഷേച്ഛയുള്ളവൻ, ഇവരെല്ലാം ഈ കഥ കേൾക്കണം. മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്ക് കഥാശ്രവണം പ്രായശ്ചിത്ത കർമ്മമാകുന്നു എന്ന് സാരം. അപുഷ്പാകാകവന്ദ്യാജ വന്ദ്യായാജ മൃതാർഭക സ്രവദ്ഗർഭാജയാ നാരി തയാ ശ്രാവ്യ പ്രയത്നദഃ. ഏതു തരത്തിലുള്ള സ്ത്രീകളാണ് വിശേഷിച്ചും കഥ കേൾക്കേണ്ടവർ എന്ന് കാണിക്കുന്നു. സമുചിത കാലത്തിൽ ഋതുവാകാത്തവൾ, ഒന്നുമാത്രം പ്രസവിച്ചു പിന്നെ പ്രസവമില്ലാതെയിരിക്കുന്നവൾ, പ്രസവം തന്നെ ഇല്ലാത്തവൾ, പെറ്റ കുട്ടികളെല്ലാം മരിക്കുന്നതുകൊണ്ട് ദുഃഖിക്കുന്നവർ, ഗർഭം 2-3 മാസം കഴിഞ്ഞാൽ സ്രവിച്ചു പോകുന്നവർ, ഈ തരത്തിലുള്ള സ്ത്രീകൾ എത്ര കഷ്ടപ്പെട്ടിട്ടെങ്കിലും കഥാശ്രവണ രൂപമായി പ്രായശ്ചിത്തം നടത്തണം. ഏതേന വിധിനാശ്രാവേ തദക്ഷയ്യതരം ഭവേത് അത്യുത്തമാ കഥാ ദിവ്യ കോടിയത്ന ഫലപ്രദ. മുകളിൽ പറഞ്ഞ വിധിപ്രകാരം ശ്രവണം സാധിച്ചിരുന്നാൽ അക്ഷയ്യമായ ഗുണം ലഭിക്കും. ഈ കഥാശ്രവണം തീർത്ഥസ്നാനം, യോഗാനുഷ്ഠാനം മുതലായ കർമ്മങ്ങളെക്കാൾ എത്രയും ശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാൽ കഥാശ്രവണം കൊണ്ട് കോടിയത്നം ചെയ്താലുണ്ടാകുന്ന ഫലം ലഭിക്കും. ഏവം കൃത്വാ വ്രതവിധി ഉദ്യാപനമതാചരേത് ജന്മാഷ്ടമീ വ്രതമിവ കർത്തവ്യം ബലകാംക്ഷിഭിഃ. കഥാശ്രവണ ഫലത്തെ ആഗ്രഹിക്കുന്നവർ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വ്രതത്തെ ഏതുവിധം ആരംഭിച്ച് അവസാനിപ്പിക്കുന്നുവോ ആ വിധം ഭാഗവത കഥാശ്രവണ ദീക്ഷയും ആരംഭിച്ച് അവസാനിപ്പിക്കണം. അകിഞ്ചനേഷു ഭക്തേഷു പ്രായോ നോദ്യാപനാഗ്രഹഃ ശ്രവണേനൈവ പൂതാസ്തേ നിഷ്കാമാ വൈഷ്ണവായതഃ. ഉദ്യാപന വിധി ഗൃഹസ്ഥന്മാരെ ഉദ്ദേശിച്ചു മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഇതര ബലങ്ങളിൽ ആഗ്രഹമുള്ളവരല്ല വിഷ്ണുഭക്തന്മാർ. അതുകൊണ്ടവർ ഉദ്യാപനം അനുഷ്ഠിക്കേണ്ടതില്ല. ഏവം നഗാഹയത്നേസ്മിൻ സമാപ്തേ ശ്രോതൃഭിസ്തദാ പുസ്തകസ്യ ച ഭക്തുശ്ച പൂജാകാര്യാദിഭക്തിദഃ. ഇപ്രകാരം സപ്താഹയത്നം സമാപ്തമായാൽ കേട്ടവരെല്ലാം
യഥാശക്തി ശ്രദ്ധാപൂർവം ശാസ്ത്രത്തെയും വായിച്ചു കേൾപ്പിച്ച ആചാര്യനെയും ഭക്തിയാ പൂജിക്കണം. ധനധാന്യ ഗോ ഭൂമിദാനാദികൾ യഥാശക്തി ചെയ്ത് സന്തോഷിപ്പിക്കണം. ഭാഗവതം വായിക്കുന്ന ആചാര്യനിൽ ശ്രീനാരായണൻ മുതലായ ദേവന്മാർ വസിക്കുന്നു. ആചാര്യൻ വ്യാസരുടെ പ്രതിനിധിയുമാകുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കുന്നതുകൊണ്ട് വ്യാസമുനിയും ശ്രീകൃഷ്ണ ഭഗവാനും പ്രസന്നന്മാരാകുന്നുവെന്ന് പത്മപുരാണത്തിൽ വിസ്തരിച്ചു പറഞ്ഞിരിക്കുന്നു. പ്രസാദ തുളസീമാല ശ്രോതൃഭ്യശ്ചാദീയതാം മൃദംഗതാളലളിതം കർത്തവ്യം കീർത്തനം തതഃ. അനന്തരം ശ്രോതൃജനങ്ങൾക്ക് മോദകം മുതലായ പ്രസാദം, തുളസിമാല മുതലായവയെ നൽകണം. പിന്നെ മൃദംഗം, താളം മുതലായവയോടുകൂടെ മനോഹരമാകും വണ്ണം ഹരികീർത്തനം പാടണം. ജയശബ്ദം നമഃശബ്ദം ശംഖശബ്ദം ജകാരയേത് വിപ്രേഭ്യോ യാചകേഭ്യശ്ച വിത്തമന്നം ചതീയതാം. ജയ ജയ നമോ നമ എന്ന ശബ്ദങ്ങളെയും ശംഖനാദങ്ങളെയും സദസ്യരോട് ചെയ്യുവാൻ പറയണം. ബ്രാഹ്മണർക്കും യാചകർക്കും അന്നം, ധനം എന്നിവയെ നൽകണം. മാഹാത്മ്യം തുടരും. ബാക്കി നാളെ. ഹരി ഓം.